കണ്ണൂർ പയ്യന്നൂരിൽ പോലീസ് ഡംപിംഗ് ഗ്രൗണ്ടിലെ വാഹനങ്ങൾക്ക് തീപിടിച്ചു. പയ്യന്നൂർ കോറോത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അഗ്നിശമന സേനയെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അജീഷ് ജയകുമാർ ചേരുന്നു കണ്ണൂരിൽ നിന്നും. അജീഷ്, എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? നസിത, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പയ്യന്നൂർ കോറോത്തിലുള്ള പോലീസ് ഡംപിംഗ് ഗ്രൗണ്ടിലെ വാഹനങ്ങൾക്ക് തീപിടിച്ചത്. ഇതൊരു കുറ്റിക്കാട് നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഈ ഡംപിംഗ് ഗ്രൗണ്ട്. പയ്യന്നൂർ പോലീസ് പിടിക്കുന്ന വാഹനങ്ങൾ ലോറിയും ബൈക്കും ഓട്ടോറിക്ഷയും കാറുകൾ ഉൾപ്പെടെ ഇവിടെയാണ് ഡംപ് ചെയ്യുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് ഈ കുറ്റിക്കാടിൽ നിന്നാണ് ആദ്യം തീ പിടിച്ചത്. പിന്നീട് ഈ വാഹനങ്ങളിലേക്ക് പടരുകയായിരുന്നു. ഇവിടെ ഒരു ഹോം ഗാർഡ് 24 മണിക്കൂറും സുരക്ഷാ ചുമതലയുള്ള ഒരു ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ആദ്യം ഈ തീപിടുത്തമുണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പയ്യന്നൂർ പോലീസിനെയും വിവരം അറിയിച്ചു. ഉടൻ തന്നെ അഗ്നിശമന സേന ഇങ്ങോട്ടേക്ക് എത്തിയെങ്കിലും ഈ പെട്ടെന്ന് തന്നെ ഈ വാഹനങ്ങളിലേക്ക് തീ പൂർണ്ണമായിട്ടും കത്തിപ്പടരുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളിൽ 90% വാഹനങ്ങളും പൂർണ്ണമായിട്ട് തന്നെ കത്തി നശിച്ചു. ഇപ്പോൾ എന്തായാലും തീ ഒരുവിധം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അഗ്നിശമന സേന. ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പയ്യന്നൂർ കോറോത്താണ് ഈ സംഭവം. അവിടെ പോലീസിന്റെ ഡംപിംഗ് ഗ്രൗണ്ടിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി വാഹനങ്ങൾ, പല കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളാണ്. അതിൽ പല വാഹനങ്ങളും പൂർണ്ണമായി കത്തി നശിച്ചു പോയിട്ടുണ്ട് എന്ന് വ്യക്തവുമാണ്. ഒരു പ്രതികരണം കൂടി അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അതിലേക്കാണ് കൂടിയാണ് തീയിന്റെ പ്രവർത്തനം പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടത്. ആ സമയം തന്നെ ഞാൻ ഫയർ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു. ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തീ നമ്മുടെ ഡംപിംഗ് യാർഡിലേക്ക് കയറുകയും നിർത്തിയിട്ട പഴയ വാഹനത്തിൽ തീ പിടിക്കുകയും ചെയ്തു. അവിടേക്കും ഫയർ ഫോഴ്സ് എത്തി, അവരും ശ്രമം തുടങ്ങി. പക്ഷെ എന്നാൽ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.